അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു പേർപ്പസ് ഉണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊരു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അതിലൊരു ഇൻസ്പിറേഷൻ, ഒരു ആസ്പെക്ട് ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ യാത്രയോടനുബന്ധിച്ച് ചെയ്തതാണ് ആ പാട്ട്. അജയ് എന്ന് പറഞ്ഞൊരു അതെ, പുള്ളിക്കാരൻ ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ പോയി എവിടെയൊക്കെയോ ഇറങ്ങി വളരെ ലോ ആയിരുന്നിരുന്ന പുള്ളി പോയി വന്ന ആൾ വളരെ ഫ്രഷായിട്ട് വരികയും, അപ്പോൾ അത് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം തോന്നി. വെച്ചാൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ഒരു വല്ലാത്തൊരു മൂഡിലാണ് പോയത്. വന്ന ആൾ വളരെ ഫ്രഷായിട്ട്, അപ്പോൾ ഒരു 30 ദിവസമൊക്കെ യാത്ര ചെയ്ത് വന്ന ഒരാൾക്ക് വന്നൊരു മാറ്റം മേ ബി എക്സ്പീരിയൻസസ് ആയിരിക്കും. പലരുടെ ജീവിതങ്ങൾ നമ്മൾ നേരെ കാണുമായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്നതായിരിക്കാം. അപ്പോൾ ആ തിരിച്ചറിവ് നമ്മളെ സന്തോഷവാനാക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാത്രകൾ ചെയ്യുന്ന ഒരു സംഭവം. നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുകയും വീട്ടിൽ അങ്ങനെ സ്റ്റഫി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി പോയി വന്ന ആൾ വേറെ ഒരു ആളായിരുന്നു. അപ്പോൾ ഞാൻ ഓൺ ദ വേ പുള്ളി ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരുമായിരുന്നു. കാലിൻ്റെ പടം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി, അത് ഫ്രഷ്നെസ്, പുള്ളി മൊത്തത്തിൽ ആൾ മാറി. അപ്പോൾ അത് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ പാട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഒരു യാത്രയോട്. പിന്നെ അത് ചെയ്തു വന്ന് കൂടെ മ്യൂസിഷ്യൻസ് ജോയിൻ ചെയ്തു, ഹരീഷ് ജോയിൻ ചെയ്തു, എല്ലാവരും ഒരുമിച്ച് വന്നപ്പോഴേ മ്യൂസിക് മോജോ എന്ന് പറയുന്ന ഷോയില് കപ്പയുടെ. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു ആ ദിവസം. ഇത്രയും ഒരു സ്നേഹബന്ധം എല്ലാവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും എല്ലായിടത്തും പറയാം, അന്ന് ഷൂട്ടിന് വന്നവർക്കെല്ലാം ഒരു ബക്കറ്റ് പോസിറ്റിവിറ്റി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും തമ്മിലേ, ഇപ്പോൾ വിഷ്വൽ ചെയ്ത ഇപ്പോൾ സുമേഷ് ലാൽ സാറും ടീമുമാണ് കപ്പയുടെ അന്നത്തെ. അപ്പോൾ അവരെല്ലാവരും നമ്മളെല്ലാവരും തമ്മിലൊരു ഭയങ്കര ഒരു കോംപ്രമൈസറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് പദയാത്ര. പിന്നെ ഓഫ് കോഴ്സ് ഐ ഹവ് ലെറ്റ് ഫ്രം ദ ഫ്രണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ ചേങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടൻ്റെ എഴുത്ത്, അപ്പോൾ എല്ലാം അതാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ബ്യൂട്ടിയാണ്.